ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു 4 മണി പലഹാരമാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഒരു സ്നാക്ക് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. പിന്നെ നല്ല കുട്ടികൾക്ക് ഒത്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു പലഹാരത്തിന് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത് റവയാണ്. ഞാനിവിടെ വറുത്ത റവ 1/2 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റവ അളക്കാൻ എടുക്കുന്നത് ഏത് പാത്രമാണോ അതേ പാത്രത്തിൻ്റെ അളവിൽ തന്നെ വേണം മറ്റുള്ള കാര്യങ്ങൾ കൂടി അളന്നെടുക്കാൻ. അപ്പോഴാണ് കറക്റ്റായിട്ട് ചെയ്ത് എടുക്കാൻ കഴിയുക. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം കുറവ് വേണ്ടവർക്ക് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ തേങ്ങയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര കപ്പാണോ, ഇപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ തന്നെ ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത്. പിന്നെ 2-3 ഏലക്കയുടെ കുരു എടുത്ത് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്കപ്പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ആ തേങ്ങയൊക്കെ നമ്മുടെ റവയിൽ ശരിക്കും പിടിക്കുന്ന രീതിയിൽ നമ്മൾ തിരുമ്മിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. വളരെ കുറഞ്ഞ സമയം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായി ചേർക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1/2 കപ്പാണല്ലോ റവ എടുത്തിട്ടുള്ളത്, അപ്പോൾ 1/2 കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു റവ മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തവി വെച്ചിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി നല്ലൊരു പാകത്തിന് കിട്ടും. അത്യാവശ്യം കുഴഞ്ഞിരിക്കുന്ന ഒരു പാകവും അതുപോലെ പാത്രത്തിൽ നിന്ന് വേർപെട്ട് വരുന്ന ഒരു പാകവും ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ എള്ള് അല്ലെങ്കിൽ കരിഞ്ജീരകം ഉപയോഗിക്കാം. എന്നിട്ട് കുറച്ച് ചൂടാറി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടാകുമ്പോൾ കുഴച്ചെടുത്താൽ മതി. ഒത്തിരി സമയം വെച്ച് തണുത്ത് പോകരുത്, അപ്പോൾ റവ അങ്ങ് കുറച്ച് വല്ലാതെ അങ്ങ് ഹാർഡായി പോകും. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർക്കാം. മൈദ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരം കോൺഫ്ലോർ ഉപയോഗിക്കാവുന്നതാണ്. മൈദയാണ് എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തതിന് ശേഷം മാത്രം ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിട്ടിട്ട് ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഒരു സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കാത്ത പാകത്തിനാകുമ്പോൾ ഇട്ട് കൊടുത്ത പാടേ നമ്മൾ മറിച്ചിടരുത് കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് കളറ് മാറി വരണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുന്നവരെ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതായത് അത്യാവശ്യം നല്ല മൊരിഞ്ഞിരിക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല രുചി. നമ്മൾ മൈദ അതല്ലെങ്കിൽ കോൺഫ്ലോർ ഇത് ഉപയോഗിക്കാതെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ ഇടുന്ന സമയത്ത് മൊത്തത്തിൽ ചെതറിയിട്ട് നമുക്കൊന്നും തന്നെ കിട്ടില്ല. ഒട്ടും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയില്ല കേട്ടോ. അല്ലാതെയാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ആ തേങ്ങ നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാകും. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.